പ്രോഫിറ്റ് ആണ്. റിസോഴ്സസിൽ ഇപ്പോൾ സാറ് നല്ലൊരു മെൻറ്ററിനെ കിട്ടി, പിന്നെ ബുക്സ് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ഞാൻ കരിയറിൻ്റെ തുടക്കത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രേഡിംഗ് ഫീൽഡിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം വാച്ച് ചെയ്തിരുന്നത് ഷാരിഖ് സംസുദ്ദീൻ്റെ ആയിരുന്നു. അതിൻ്റെ ഡെയിലി വീഡിയോസ് ഉണ്ടല്ലോ ലേണിംഗ് സീരീസിൻ്റെ, ആ ലേണിംഗ് സീരീസിൻ്റെ കംപ്ലീറ്റ് ഫോളോവർ ആയിരുന്നു. ലേണിംഗ് സീരീസ് കംപ്ലീറ്റ് കണ്ടിരുന്നു. പക്ഷെ അത് ഒരു പരിധിയിലപ്പുറം നമ്മളെ വളർത്തിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഫെമിലിയർ ആക്കി, ഏത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഫെമിലിയർ ആക്കി എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയതല്ലാതെ ഇതിന്റെ അഡ്വാൻസ്ഡ് ലെവലിലേക്കോ അല്ലെങ്കിൽ ഇവിടെ ഫിറ്റ് ആവാനുള്ള ലെവലിലേക്കൊന്നും അത് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നില്ല. പിന്നെയാണ് ഞാനൊരു ആളെ കൺസൾട്ട് ചെയ്യാന്നുള്ള രീതിയിലേക്ക് എത്തിയത്. പിന്നെ ഞാൻ യൂട്യൂബായിട്ട് ചാനൽ റെഫർ ചെയ്തത് നമ്മള് 1-2 ചാനൽ വീഡിയോസിലും അത്യാവശ്യം സാധനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഷോർട്ട് വീഡിയോസിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അത് റീൽസ് ആണ് ഷോർട്ട് കട്ട് ചെയ്ത് കുറെ പേര് ഇവിടെ മെന്റേഴ്സ് വീഡിയോസ് ചെയ്യുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്, കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിട്ട് അവർ തന്നെ ചെയ്യുന്നുണ്ട്. കൂടുതലും ഇപ്പൊ ലാസ്റ്റത്തെ ഒരു 1 ഇയറിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ചെയ്തിട്ടുണ്ടാവും എന്റെ വീഡിയോസ്. ഇന്റർനാഷണൽ ഏതെങ്കിലും നല്ല ചാനൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ പുറത്തത്തെ ഫോളോ ചെയ്യില്ല. ഇപ്പം കറൻസിയും അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ പേരുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ഇത് മാത്രമേ നോക്കാറുള്ളൂ. നോർത്തിൽ 1-2 പുള്ളിക്കാരൻസ് ഉണ്ട്, പക്ഷെ അവരെ കംപ്ലീറ്റ് ഫോളോവർ ഒന്നല്ല ഞാൻ. എന്താ വെച്ചാൽ പറഞ്ഞാൽ നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അത് ഫോളോ ചെയ്യാന്നുള്ളത്. നമ്മൾ റാൻഡംസിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളടുത്തുള്ള പ്ലാന് ചിലപ്പോൾ ഇപ്പം എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡോ ചിലപ്പോൾ എനിക്ക് കംഫർട്ട് ആവും. അത് വേറൊരാൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന രീതി ശരിയല്ലെങ്കിൽ വ്യത്യാസം വരും. അതിപ്പോൾ ഈ സ്ട്രാറ്റജി ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയലാണ്. ഇപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ടീഷർട്ട്, ഇതിന്റെ ക്ലോത്ത് ഇതിന്റെ മെറ്റീരിയലാണ്. ടീഷർട്ടാണ് സ്ട്രാറ്റജി എങ്കിൽ ഇതിന്റെ ക്ലോത്ത് ഇതിന്റെ മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ക്ലോത്ത് ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവനാൻ്റെ അളവിന് പാകാക്കാം. പക്ഷെ ഞാൻ ഈ ടീഷർട്ട് തന്നെ ഊരിയിട്ട് എല്ലാവർക്കും കൊടുത്താലോ പറ്റില്ല. അത് തന്നെയാണ് ശരിക്കും സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ യൂട്യൂബേഴ്സിനെ അങ്ങ് ഫോളോ ചെയ്യാത്തത്. മുമ്പുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഷഫീഖ് സാറിൻ്റെ വീഡിയോസ് ആയിരുന്നു എന്നെ ആദ്യം ഇൻസ്പയർ ചെയ്തിരുന്നത്. ഈ ഷാരിഖ് സാറിൻ്റെ തന്നെ അപ്പുറത്തേക്ക് ഷഫീഖ് സാറിൻ്റെ സ്റ്റോക്കുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ബൈ ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. പിന്നെ ഓഹരി പഠനം നിഖിൽ മാത്യു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുണ്ട്. ഓഹരി പഠനം അത്യാവശ്യം 1 lakhന്റെ മേലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അടിപൊളിയാണ് പുള്ളിക്കാരൻ്റെ. അവിടെ പുള്ളിക്കാരൻ വീക്കിലി വീഡിയോസ് വരും. അപ്പോൾ വീക്കിലി വീഡിയോസ് ഒക്കെ മുമ്പ് 2020-2021 ഞാൻ വീക്കിലി എനിക്ക് ഈ നഷ്ടങ്ങൾ വരുന്ന സമയത്തല്ലേ പേഴ്സണലി നമ്മൾ എന്തെങ്കിലും ചെയ്ത് മണ്ടത്തരം ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ചെയ്തിരുന്നത് ഇവരൊക്കെ പറയുന്ന സ്റ്റോക്കുകളിൽ നിന്ന് ഷഫീഖ് സാറിന്റെ അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോടൊരു പേടിയാ. അതായത് ഇങ്ങനെ വരുമ്പോൾ ഇവരെന്നെ ഇപ്പൊ പല ആൾക്കാരും പറയും അങ്ങനെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്നത് പറയും ചെയ്യും. പക്ഷെ എനിക്ക് എന്തൊരു ടെൻഷൻ ചെയ്താലേ പോയി പോവാ. അങ്ങനെ ഈവൻ ഞാനിനിപ്പോ സ്റ്റുഡൻസിനോടാണെങ്കിലും പറയുന്നത്, നിങ്ങൾ ഇനി ടിപ്പാണ് ഫോളോ ചെയ്യുന്നെങ്കിൽ ഒരാളെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ റിസ്ക് മാത്രം നിങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്മളെ ക്യാപിറ്റലിനനുസരിച്ചുള്ള റിസ്കിൽ മാത്രം എൻട്രി എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റലിനനുസരിച്ചുള്ള പൊസിഷൻ സൈസിങ്ങിൽ മാത്രം എൻട്രി എടുക്കുക. അത് ഫോളോ ചെയ്താൽ മതി. ആ വിന്നിങ് റേറ്റ് ഒരു 40-50% ഉണ്ടെങ്കിൽ ആര് പറയുന്നതും ഓക്കെയാണ്. ഇപ്പോൾ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മൾ വളരില്ല, നമ്മൾ ക്യാപിറ്റലും പ്രോഫിറ്റും ചിലപ്പോൾ വളരുന്നല്ലാതെ അവരില്ല. ഡിപ്പെൻഡന്റ് ആണ്, നമ്മൾ ഡിപ്പെൻഡന്റ്. വേറൊരാൾ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ നേരത്തെ പറഞ്ഞ വരെ 7 മണിക്ക് അയാൾ വീഡിയോ ഉണ്ടെങ്കിൽ 6:55 വരെ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ഇയാളില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹൈലി ഡിപ്പെൻഡന്റ് ആണ്. ഹൈലി ഡിപ്പെൻഡന്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ പേഴ്സണലി നമ്മൾ ഗ്രോ ചെയ്യില്ല. നമ്മളെ ക്യാപിറ്റലോ പ്രോഫിറ്റോ ഗ്രോ ചെയ്യാന്നല്ലാതെ ഇപ്പോൾ ടിപ്പ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ കൊടുത്ത മന്ത്ലി കോൾസ് ഡെയിലി എടുക്കേണ്ട സ്റ്റോക്കുകൾ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോൾ 1 ഇയറിന്റെ 5000 രൂപയുടെ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കോൾസ് തരും. അങ്ങനെയൊക്കെ. അതെന്താ വെച്ചാൽ അവരേതാണോ പറയുന്നത് അതാണ് എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ എടുക്കുന്നത്. അതിനെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. ആ വാങ്ങുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? അവർക്ക് ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന 5000 6000 അല്ലെങ്കിൽ മന്ത്ലി 500 അവർക്ക് കിട്ടുന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ എൻട്രി ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അവർ ശരിക്കും ഒരു മെഷീനെ പോലെ ഓപ്പറേറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇതിന്റെ ആ സ്റ്റോക്ക് എന്തുകൊണ്ട് അവിടെ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പ്രൈസിൽ എൻട്രി പറഞ്ഞു, ആ റീസൺ അവരൊക്കെ അറിയില്ല. അതറിയാത്ത പക്ഷെ അവര് കഥ അറിയാതെ ആട്ടം കാണുകയാണെന്ന് മാത്രം. അപ്പോൾ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം, അത് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ കുറച്ച് ടൈമായിട്ടാണ് ഇപ്പോൾ AI
ഭയങ്കര ബൂമായിരുന്നു. എനിക്ക് തോന്നുന്നു ട്രേഡിങ്ങിലേക്കും എൻറ്റർ ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ട്രേഡിംഗ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു. ട്രേഡിംഗ് ഓട്ടോമേഷൻ ശരിക്കും ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഷാരിഖ് സാറിന്റെ കമ്പനി ഇപ്പോൾ അതിലേക്കാണ്. അവരുണ്ട്, ഓപ്ഷൻ സെല്ലിംഗ് ആണ് അവർ ഓട്ടോമേറ്റ് ചെയ്തിട്ട് പോകുന്നത്. അതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ലിവ് ലോങ് അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. ആ കോൺസെപ്റ്റ് എനിക്ക് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മളെ സ്ട്രാറ്റജി ഇതാണ്, മാർക്കറ്റിൽ 9:30 ശേഷമാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇത്ര ടൈം ഫ്രെയിമിൻ്റെ ഇപ്പോൾ 3 മിനിറ്റിന് അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ 3 ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഇത് ഹൈ കട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ടൈം ഫ്രെയിം ഇത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ക്യാൻഡിലിനാണ് നമ്മൾ എൻട്രി, ഇത്രയാണ് നമ്മളെ സ്റ്റോപ്പ്, ഇത്ര പെർസെൻറ്റേജ്, അത് 0.7 ആണ്, 0.5 ആണ്, 1% ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത മാനുവലി സെറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇതെന്ത് ചെയ്യാണ്, നമ്മൾ അൽഗോരിതം സെറ്റ് ചെയ്തിട്ട് കോഡ് ചെയ്ത് ഇതൊരു സ്ട്രാറ്റജി ആക്കുന്നു. പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാ? ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ബേസ്ഡ് ആയിരിക്കും. അവിടെ നമ്മളെ ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഈ മാനുവലായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പ്രശ്നമാവും. ഇപ്പോൾ ഈ മാനുവലായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ മാനുവൽ ട്രേഡിങ്ങിനെ അവർ കോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അൽഗോരിതം സെറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, ഈ ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് ഇത് സാധനം നടക്കുന്നത്. ഈ മാർക്കറ്റ് ഡൈനാമിക്സ് മാറുന്നതിനനുസരിച്ച് എന്തും മാറേണ്ടി വരും. മാറേണ്ടി. ഇപ്പോൾ അവർ എന്ത് ചെയ്യാണ്, ലോട്ട് സൈസ് 75 കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ റൺ ചെയ്യുന്നതെന്ന് വെക്കാം. ഓക്കെ, ഇത് ഇനി ലോട്ട് സൈസ് നിഫ്റ്റി ലോട്ട് സൈസ് 50 25 വരുമ്പോൾ എന്ത് ചെയ്യണം, തിരിച്ചിങ്ങോട്ടേക്ക് മാറ്റണം. അപ്പോൾ ഈ ഡൈനാമിക്സ് മാറുന്നതിനനുസരിച്ച് അവിടെയും റിസ്ക് എലമെന്റ്സ് ഉണ്ട്. റിസ്ക് എലമെന്റ്സ് അല്ല, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് അവിടെയും വരുത്തേണ്ടതുണ്ട്. പക്ഷേ മാനുവലായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാനില്ല. അത് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പാർട്ട് മെജോറിറ്റി എന്ത് ചെയ്യാം, AI വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അത് സാർ പറഞ്ഞത് നല്ലതാണെന്നാണോ? കുറച്ചുകൂടി ബെറ്റർ ആണ്. ഏത് അക്യുറസി. ഇപ്പം നമ്മൾ മാനുവലി ഇപ്പോൾ 9:15 അല്ലെങ്കിൽ പ്രൈസ് 600 എത്തുമ്പോൾ ബൈ, ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് എത്തുമ്പോഴേക്കും ആ ഒരു മാറ്റം അവിടെ എന്തുണ്ട്. പക്ഷെ അത് ലീഗലി കുഴപ്പമില്ല. ഇപ്പോൾ സെബി ഓട്ടോമേറ്റഡ് ട്രേഡിങ് ലീഗലൈസ് ചെയ്യാനുള്ള ഇത് പ്രൊസീജിയേഴ്സ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഇൻഫർമേഷൻ വരുന്നത്. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇപ്പോൾ മൊത്തം ട്രേഡിംഗ് എൻവയോൺമെന്റ് മൊത്തം മാറൂലേ? ഒരു പരിധി വരെ. അത് ഇമോഷൻസിനെ കുറേയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 രീതിയിലുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് വേർഷൻ്റെ വേറൊരു ഭാഗമാണ്. ചെയ്യുന്നു, അത്രേ ഉള്ളൂ, വേറൊരു ഭാഗമാണ്. ആ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന എന്താണോ അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ വീട്ടിലിരുന്ന് അവനാണ് ട്രേഡ് ചെയ്യുന്നിടത്തുനിന്ന് നമുക്ക് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് റൂളെങ്കിലും തെറ്റിക്കാം. അവിടെ തെറ്റിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ തെറ്റിക്കാതെ ഇവിടെ ഓട്ടോമേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആവും, ട്രേഡിങ് ബെറ്റർ ആവും, കുറേ കൂടി നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആവും. അവിടെ ലോസിനെ അവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവിടെ ലോസ് സംഭവിക്കും. മാർക്കറ്റ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അവർ സ്ട്രാറ്റജിക്ക് അഗൈൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലോസ് സംഭവിക്കും. ലോസിന് മാറ്റം വരില്ല. പക്ഷേ ട്രേഡിംഗ് ഡൈനാമിക്സ് ചിലപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആവും. അഡ്വാൻസ്ഡ് ആവുന്ന സമയത്ത് ആയിരിക്കണം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ആ ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് അതിൻ്റെ അകത്തുനിന്ന് വരും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ChatGPT ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു സംഭവത്തിന് കേട്ട സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതെന്താ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാർട്ടിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ChatGPT കൊടുത്തു. എന്നിട്ട് അടുത്തത് മൂവ് എന്തായിരിക്കും എന്ന് പറയാൻ പറഞ്ഞു. നോക്കുന്ന സമയത്ത് ഇവർ തന്ന സാധനം കറക്റ്റാണ്, ഇതേപോലെ അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാവർക്കും ഫോളോ ചെയ്താൽ പറയാം. അതിപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത് ശരിയാണോ? അതിലൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഒരു ചാർട്ട് ഷെയർ ചെയ്തു അത് പറയുന്നു, അപ്പോൾ അത് അതേപോലെ വരുന്നു. അത് എത്ര തവണ, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഏത് മാർക്കറ്റ് കണ്ടീഷനിൽ എത്ര തവണ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്ത് സ്ട്രാറ്റജി പറയുകയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ വിന്നിങ് റേറ്റ് എത്ര, റിസ്ക് റിവാർഡ് എത്ര, ഇപ്പോൾ ഏത് മാർക്കറ്റ് കണ്ടീഷനിൽ എത്ര തവണ, അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇത് എത്ര തവണ വിൻ ചെയ്യുന്നു. ആ വിൻ ചെയ്യുന്നതിന്റെ അക്യുറസി മാത്രമല്ല, വിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ഗെയിൻ ചെയ്യുന്നു, ലൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ഫേവറബിൾ ആയിട്ട് നടക്കുമ്പോൾ നമ്മൾ എത്ര ഗെയിൻ ചെയ്യുന്നു, ഓപ്പോസിറ്റ് പോകുമ്പോൾ എത്ര ലൂസ് ചെയ്യുന്നു. ഈ ഗെയിമിൽ ആ മാത്തമാറ്റിക്സ് ഉണ്ടല്ലോ അതിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് പ്രോബിലിറ്റി ഗെയിമാണ്. ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ലോസ് ആവും, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആവും. ഇത് ഷുവർ ഷോട്ടാ. മൂന്നാമതൊരു പ്രോബിലിറ്റി ഉള്ളത് നമ്മൾ എൻട്രി ചെയ്ത് ബ്രേക്ക് ഈവൻ എന്ന് പറയും. 100 എൻട്രി ചെയ്തെങ്കിൽ 100 തന്നെ എക്സിറ്റ് ആവാം. പക്ഷെ മെജോറിറ്റി 90% പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വിൻ ചെയ്യാം അല്ലെങ്കിൽ ലൂസ് ചെയ്യാം. ആ പ്രോബിലിറ്റിയിലേക്ക് നമ്മൾ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യുന്നു. അവിടെയാണ് പിൻ പോയിന്റ് ആവേണ്ടത്. അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. സ്ട്രാറ്റജിയിൽ ചിലപ്പോൾ അല്ല നമ്മൾ 5 കൺഫർമേഷൻസ് ഉണ്ട്, 4 ഓക്കെ, 5ാമത്തേൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് എൻട്രി എടുത്തു, എന്നാൽ പോലും ചിലപ്പോൾ വിൻ ചെയ്യും. പക്ഷെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ, അതായത്
ലൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്നും 500 ലൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റിയാൽ ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ട്രേഡിങ് എൻവയോൺമെൻറ്റ്, അതായത് ഇപ്പോൾ 10 ട്രേഡ് എടുത്തു, ഞാൻ 8 ട്രേഡ് വരെ 500 റിസ്ക് ചെയ്തത്, 1000 പ്രോഫിറ്റ് എടുത്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8000 രൂപ നമുക്ക് പ്രോഫിറ്റാണ്. അടുത്ത 2 ട്രേഡിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു 5000 രൂപ വെച്ചിട്ട് റിസ്ക് എടുത്തത്, ആ 2 ട്രേഡും ലൂസ് ചെയ്തു. അപ്പോൾ 10000 ലൂസും 8000 പ്രോഫിറ്റ്, അപ്പോൾ -2000. പക്ഷെ എൻ്റെ വിന്നിങ് റേറ്റ് എത്രയാ? 80%. അവിടെ വിന്നിങ് റേറ്റിലല്ല ഗെയിം. ഈ പ്രോബബിലിറ്റി ആണ് പിൻ പോയിന്റ്. അതിൽ കോംപ്രമൈസ് വരുത്തുന്നവർ ഇതാണ്. ഇപ്പോൾ 80%-ൻ്റെയും 90%-ൻ്റെയും അക്യുറസി ഉണ്ടായി പോലും നമ്മളെ P&L നെഗറ്റീവിലേക്ക് എത്തും. അതിന് മാനുവൽ ട്രേഡിംഗ് ആണെങ്കിലും ഓട്ടോമേറ്റഡ് ആണ്, PI ആണെന്നുണ്ടെങ്കിലും ഇതിൽ ശ്രദ്ധിച്ചാൽ മതി കുറേയും കൂടി. പിന്നെ നമ്മൾ അഡ്വാൻസ്ഡ് ആവണം. ഇത് മാർക്കറ്റ് ഡൈനാമിക്സിനനുസരിച്ച് നമ്മളെ സ്ട്രാറ്റജീസ് പ്യുവർ ബിസിനസ്സാണ്, പ്യുവർ ബിസിനസ്സാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആ മൈൻഡ് സെറ്റിലേക്ക് വരണം. ജസ്റ്റ് ഇതൊരു സൈഡിങ്ങോ ആണ്, സൈഡിങ്ങോ ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെ നമ്മൾ ഷോർട്ട് ടേം ട്രേഡിംഗ് ഒക്കെ എടുത്തിട്ട് അവിടെ എന്ത് വേണം, ഈ പറഞ്ഞ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം, ഈ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യണം. ഇതൊന്നും കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബൂം ആൻഡ് ബസ്റ്റിന്റെ ഇടയിൽ പെടും, പുറത്തു പോകും. ആ വാഷ് ഔട്ട് നമ്മൾ പുറത്തു പോകും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ ഈ ബൂം ആൻഡ് ബസ്റ്റിൽ പെടാതിരിക്കണമെങ്കിൽ ഈ ഡിസിപ്ലിൻ എന്നും കീപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ ഏതാണോ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് എന്നും അത് തന്നെ, ഏതാണോ റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നത് എന്നും അത് തന്നെ. ഞാൻ ഈ സാറത്തെ ഇൻ്റർവ്യൂവിന് ഈ ഒരു പോഡ്കാസ്റ്റ് വരുന്നതിന് മുമ്പ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിരുന്നു, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് സജഷൻസ് ചോദിച്ചപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ പേജിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഗോൾഡിൽ നമുക്ക് ഒരുപാട്, ഇപ്പോൾ എല്ലാവരും ട്രേഡിങ്ങിലേക്ക് വരുന്നതിന് പകരം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറ്റി പറയുന്നുണ്ട്. ഗോൾഡിൽ നമുക്ക് ഒരുപാട്, ഇപ്പോൾ നേരത്തെ സാർ സൂചിപ്പിച്ച് ETF-ലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ഒന്ന് കറക്റ്റ് പറഞ്ഞുതരാം, എത്ര ടൈപ്പ് ഉണ്ട്, ഏതാണ് ബെറ്റർ? ഇതിൽ 4-5 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫിസിക്കൽ ഗോൾഡ് ഉണ്ട്, നമ്മളെ ജ്വല്ലറി, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ഗോൾഡ് ഉണ്ട്. ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്. നമുക്ക് ഫോൺ പേ, UPI ആപ്സ് ത്രൂ ബൈ ചെയ്യാൻ പറ്റും, ജാറ് ഒക്കെ അതേപോലെ ഒന്നുണ്ട്. പിന്നെ വരുന്നത് ETF സ്റ്റോക്ക്, അതായത് എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട് എന്ന് പറയും. ഇപ്പോൾ അതായത് ഏതാണോ അണ്ടർലൈങ് അസറ്റ്, ഇപ്പോൾ ഇൻഡെക്സ് ആവാം, നിഫ്റ്റി ആവാം, അതല്ലെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50, സിൽവർ, ഗോൾഡ്, ഏതാണോ അണ്ടർലൈങ് അസറ്റ് ഏതാണോ അതിൻ്റെ ഒരു പോർഷൻ ഡയറക്റ്റ്ലി നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് അപ്പോൾ ETF എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെന്റ് ഡിബഞ്ചർ ഉണ്ട്, ബോണ്ട്, ഗോൾഡ് ബോണ്ടുകളുണ്ട്, കടപ്പത്രം, അതായത് ഗവൺമെന്റിന് സെക്യൂർഡ് ആയിട്ടില്ല ഇത്ര % റിട്ടേൺസ് തരും എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഗവൺമെന്റിന്റെ സൊവേറിയൻ ഗോൾഡ് ബോണ്ട്സ് എന്ന് പറയും. അത് എപ്പോഴും ഒരു ഡിക്ലെയർ ഇല്ല, ഇപ്പോൾ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ഇല്ല എന്നാണ് അതിന്റെ ഒരു അറിവ്. ഇനി വരുന്നില്ലെന്ന് കേൾക്കുന്നു. അതെ, അവർ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഒരു അറിയിപ്പ് എന്തായാലും 2.5% തരുന്നത് അത് ഫിക്സഡാ. അതിന് ഗോൾഡിന്റെ റേറ്റ് താഴെ പോയാലും മേലെ പോയാലും ഗവൺമെന്റ് റേറ്റ് ഫിക്സഡാ. കാരണം അവരെന്താ വെച്ചാൽ ഈ കടപ്പത്രം നമുക്ക് തന്നിട്ട് ഫണ്ട് ഗവൺമെന്റ് ആക്കുന്നു. ശരിക്കും ഒരു ബോണ്ട് തന്നെയാണല്ലോ. അതെ, ഗവൺമെന്റ് ബോണ്ടാണ്. പിന്നെ മ്യൂച്വൽ ഫണ്ട് സാറിനെ സംബന്ധിച്ചിടത്തോളം ജ്വല്ലറി എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണണ്ട. ഓക്കെ, ശരിയാണോ? ഇതിലേറ്റവും നമുക്ക് ചെലവുള്ള ഒരു ഏരിയ അതാണ്. അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും സ്പെൻഡ് ചെയ്തിട്ട് വാങ്ങുന്നത് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണോ വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഇപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മളൊരു 28,000 രൂപയൊക്കെ പവനുള്ള സമയത്ത് വാങ്ങുന്ന ആൾക്ക് ഇനിയിപ്പോൾ അന്ന് കൊടുത്ത പണിക്കൂലി എന്താണെങ്കിലോ ഇന്ന് 70,000 ആ ഒരു രീതിയിലേക്ക് എത്തുന്ന സമയത്ത് ബെറ്റർ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി സേഫ്, അല്ലെങ്കിൽ കുറച്ചും സേഫ് അല്ല, ഞാൻ കൺസിഡർ ചെയ്യുന്നൊരു ഇത് ETF ആണ്. ETF അത് ഡയറക്റ്റ്ലി നമ്മൾ ചെയ്യും. മറ്റേ ഇപ്പോൾ SGB ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഫിക്സഡ് റേറ്റ്, ഫിക്സഡ് ആണ്, സേഫ് ആണ്. അതേപോലെ തന്നെ ഇനി ഇപ്പോൾ ഈ ഡിജിറ്റൽ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാർജ് വരുന്നുണ്ട്, 3% ചാർജ് വരുന്നുണ്ട്. ഇനി അതേപോലെ ഇനി മ്യൂച്വൽ ഫണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അവിടെയും ഈ പറഞ്ഞ പോലെ കമ്മീഷൻ, ഏത് ഫണ്ട് മാനേജർ എടുക്കുന്ന കമ്മീഷൻ അതിനേക്കാൾ കുറേയും കൂടിയും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതലായിട്ട് എല്ലാത്തിൻ്റെയും റിട്ടേൺസ് ഏകദേശം സെയിം ആയിരിക്കും. ETF-ന് മ്യൂച്വൽ ഫണ്ട് ചാർജിന്റെ വ്യത്യാസമുണ്ട്. എങ്ങനെ പോയാലും അണ്ടർലൈങ് അസറ്റ് ഗോൾഡ് ആണ്, ഇതിന്റെ പ്രൈസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഇവർക്ക് റിട്ടേൺസ് കിട്ടുന്നത്. ETF ആണ് കുറച്ചും കൂടി നമ്മൾ അതിന്റെ ബെറ്റർ എന്ന് പറയാനുള്ള കാരണം 2-3 റീസൺ ഉണ്ട്. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാനോ അല്ലെങ്കിൽ വേറെ നോളജോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ ഗോൾഡ് മാത്രം അല്ലെങ്കിൽ ആ അണ്ടർലൈങ് അസറ്റ് മാത്രം ബൈ ചെയ്താൽ മതി. നിഫ്റ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഡെക്സ് ആണ് എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ പറ്റിയിട്ടോ മാർക്കറ്റ് ഡൈനാമിക്സ് ഒന്നും നമുക്ക് അറിയുന്നില്ല. ജസ്റ്റ് അത് അതെ, ഗോൾഡിൽ ട്രസ്റ്റ് ഉണ്ട്, നമ്മളത് അതിൽ ഇൻവെസ്റ്റ്. അതേപോലെ നിഫ്റ്റിയിൽ ട്രസ്റ്റ് ഉണ്ട്, ഈ നിഫ്റ്റി ബീസ് എടുക്കാം. അപ്പോൾ ഇത് ഏതാണോ ഉള്ളത്, സിൽവർ ആണെങ്കിൽ സിൽവർ ബീസ് എടുക്കാം. അതിൽ ഡയറക്റ്റ്ലി നമുക്കൊരു പോർഷൻ വളരെ ചെറിയ എമൗണ്ടിൽ കിട്ടും. അപ്പോൾ സാർ ഗോൾഡിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ETF ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ മ്യൂച്വൽ ഫണ്ട്, പിന്നെ ഡിജിറ്റൽ ഗോൾഡ്, ജാർ പോലത്തെ ഡിജിറ്റൽ ഗോൾഡ്,
പിന്നെ ഗോൾഡ് കോയിൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഗോൾഡിന്റെ കേസിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും കൂടിയാട്ടോ. അതായത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും നമ്മളൊരു ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്യുന്ന ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഒന്ന് നമ്മളെ ലോങ് ടേം ഗോള്, പിന്നെ ലിക്വിഡിറ്റി. അതായത് ഇമ്മീഡിയറ്റ്ലി ഗോൾഡ് ലിക്വിഡേറ്റ് ചെയ്യപ്പെടണം. അതാണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് വേണ്ടത്. അതായത് ഇപ്പോൾ നമുക്ക് സെല്ല് ചെയ്യണം, പെട്ടെന്ന് സെല്ല് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് ETF ബെറ്റർ ആണ്. മ്യൂച്വൽ ഫണ്ട് ടൈം എടുക്കും. മ്യൂച്വൽ ഫണ്ടിനും ഈ പറഞ്ഞ പോലെ റെഡീം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, പക്ഷേ ഈ പറഞ്ഞ 24 hour പ്രോസസ്സ് കൊണ്ട് തീരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി, ലോങ് ടേം ഗോള് ഇത് വെച്ചിട്ടാണ് നോക്കേണ്ടത്. പിന്നെ ഒരു കേസ് ഗോൾഡിൻ്റെ വരുന്നത് എല്ലാത്തിനും ചാർജ് വരുന്നുണ്ട്. ഈ ബാക്കിയുള്ള ഏരിയയിലൊക്കെ നല്ല രീതിയിലുള്ള ചാർജ് കുറവുള്ളത് അതിനെ കൊണ്ടാണല്ലേ. ചിലപ്പോൾ നമ്മൾ നല്ല എൻഡിങ്ങിലേക്ക് കിടക്കാണ്. ഈ സാറുടെ ഫൈനലായിട്ട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, അതിന് വേറൊരു കാര്യം ചോദിക്കുകയാണ്. സാർ ഏതെങ്കിലും പോർട്ട്ഫോളിയോ ആരുടെയും കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ടോ? ഞാൻ ഏറ്റവും ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ഒരാളത് തന്നെയാണ്, ബിനോയിൻ്റെ തന്നെയാണ്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനൊരു പോർട്ട്ഫോളിയോ വരെ ഉണ്ട് എന്നുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ അത് സർപ്രൈസ്ഡും ആയി, എക്സൈറ്റഡും ആയി. പിന്നെ ഞാൻ സ്റ്റുഡൻസിൻ്റെ കണ്ടിട്ട് ഒരു ഷോക്കായി പോയിട്ടുണ്ടോ? റീസെന്റ് ഞാൻ പറഞ്ഞു ജോഷിന് ഓക്കെയാണ്, പോർട്ട്ഫോളിയോ അല്ല, അവൻ്റെ ഒരു ഇത് വെച്ചിട്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് അവൻ എന്നോട് ചോദിക്കും, അപ്പോൾ അവൻ എന്നോട് പറയലും ഉണ്ട് പിന്നെ അതിലാണ് ലോങ് ടേമിലേക്ക് വന്നിട്ടുള്ളത് ഈ സാധനങ്ങൾ എന്നുള്ള രീതിയിൽ. പിന്നെ എക്സൈറ്റ് യെസ് ഒരാളുണ്ട് പറയാൻ മറന്നത്, ലോങ് ടേമിലൊരു പുള്ളിയുണ്ട്, ഷിജിത്ത് ഷാജി, 2023 ഡിസംബർ ബാച്ചാണ്. എക്സൈറ്റഡ് അല്ല, പുള്ളിയെ നമ്മൾ സല്യൂട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ അത്രയ്ക്ക് നല്ല റിസർച്ചാണ്. എൻ്റെ പോർട്ട്ഫോളിയോ ഇപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരു മെൻറ്റർ എങ്ങനെയാണോ കമ്മ്യൂണിറ്റിയിൽ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ടെക്നിക്കലിയൊക്കെ കൊടുക്കുന്നത്, അതേപോലെ ഫണ്ടമെൻ്റലിയൊക്കെ ഷെയർ ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽ ചെയ്ത് ആ ബിസിനസ് പ്യുവർലി പഠിച്ചിട്ടുണ്ടാവും പുള്ളി. ആ ബിസിനസ് പഠിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഡാറ്റ അടക്കം ഷെയർ പ്രൈസിൻ്റെ വാല്യുവേഷൻ അടക്കം കൊടുക്കും. ഷിജിത്തിനെ ഇതുപോലെ ഒരു പോഡ്കാസ്റ്റ് ഇരുത്തിയിട്ടുണ്ട്, ഷിജിത്തിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതൊരു വർഷമായി, ഏകദേശം ഒരു വർഷമാവാനായിട്ടുണ്ടാവും. അപ്പോൾ ഷിജിത്തിൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ കണ്ടിട്ട് ഭയങ്കര, അതായത് ടാറ്റ എലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കൊക്കെ 1000 രൂപ 1000 രൂപയിൽ വാങ്ങിച്ചിട്ട് 10,000 രൂപയപ്പോൾ ആൾ കീപ്പ് ചെയ്യുന്നുണ്ട്. 10x റിട്ടേൺസ് 1000%. അത് എക്സൈറ്റ് അല്ല, ഞാൻ പറഞ്ഞ പോലെ സല്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള റിസർച്ചിനാണ് ആ സല്യൂട്ട്. പിന്നെ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്താണ് ആള് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കുറച്ച് കാലമായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ വലിയ ഏജ് ഒന്നുമില്ല, ഒരു 25 അതിൻ്റെ താഴെ ഉള്ളൂ, അതിൻ്റെ താഴെ തന്നെ ഉണ്ടാവുള്ളൂ. ഫണ്ടമെൻ്റൽ അനാലിസിസും ലോങ് ടേമുമായിട്ടാണ് പുള്ളി കൂടുതൽ ഒബ്സസ്ഡ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഇവിടെ വന്നത് ടെക്നിക്കൽ അനാലിസിസും ഒരു കമ്മ്യൂണിറ്റി എങ്ങനെ വർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഷിജിത്തിൻ്റെ എഫേർട്ട് കണ്ടിട്ട് ഞാനൊരു ദിവസം ഷിജിത്തിനെ വിളിച്ചു. അപ്പോൾ ഷിജിത്തിൻ്റെ ബോട്ടം ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതായത് ഏറ്റവും വാല്യുവേഷൻ താഴെ കടന്ന് ചീപ്പായി എത്തുന്നത്, ഏറ്റവും പ്രൈസ് ലോയിൽ എത്തിയിട്ടുണ്ടാവും. ബോട്ടം ഫിഷിംഗ് പെന്നി എന്നല്ല, ആ കമ്പനിക്ക് ഉണ്ടാവുന്ന വാല്യുവേഷൻ താഴത്തെത്തിയിട്ടുണ്ട്. വാല്യുവേഷൻ പ്രൈസ് താഴെ എത്തിയിട്ടുണ്ടാവും, വാല്യുവേഷൻ അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സെല്ലോടെ പേന 10 രൂപയുടെ പേനയാണ്, നീല മഷിയാണ്, നമുക്കറിയാം നല്ല ഗ്രിപ്പ് ഉണ്ടാവും, ഈസി ആയിട്ട് എഴുതാനാവും പറ്റും. ഇതേ സെല്ലോ പേന 5 രൂപയ്ക്ക് കിട്ടും. ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ജോലി എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ നീഡിയാണ്, ആവശ്യക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 10 രൂപയ്ക്ക് 2 എണ്ണം വാങ്ങില്ലേ? അത് ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ് പുള്ളി. അതായത് അങ്ങനെ കണ്ടുപിടിക്കും. സെല്ലോ പേനയുടെ വില എന്താന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, 10 രൂപയാണ് ഒരെണ്ണത്തിന്. അപ്പോൾ 10-ന് 2 കിട്ടും എന്ന് പറഞ്ഞാൽ അപ്പോൾ പോയി വാങ്ങും. യെസ്, ആ ഒരു ടൈപ്പ്. അതാണ് ഞാൻ ബോട്ടം ഫിക്സിംഗ് അത്രയും ഫണ്ടമെന്റലി ഓക്കെയാണ്. ആ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടാവും. അതിൽ തന്നെ ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഇവരെ തമ്മിലുള്ള കോമ്പറ്റീറ്റേഴ്സിന് ഇനി ആ ഇൻഡസ്ട്രിയിൽ ആ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഉണ്ടാവും. ഇപ്പോൾ ഓട്ടോമൊബൈൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർട്സ്, സ്പെയർ പാർട്സ്, സബ്സിഡിയറീസ് ഇതൊക്കെ വിൽക്കുന്ന കമ്പനീസ്, അതിനെ പറ്റി വരെ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തും. ഞാൻ പറഞ്ഞ ഒരു പോർട്ട്ഫോളിയോ തന്നെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പോർട്ട്ഫോളിയോ പുള്ളിയുടേത്, പുള്ളി ഹാൻഡിൽ ചെയ്യുന്ന ഫാദറിൻ്റെ മദറിൻ്റെ പേരിലൊക്കെ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഷിജിത്തിന് ഓപ്പൺലി ഷിജിത്തിൻ്റെ പേര് പറയുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷിജിത്തിൻ്റെ പോർട്ട്ഫോളിയോ കണ്ടിട്ടും അതേപോലെ തന്നെ ഷിജിത്തിൻ്റെ അനാലിസിസ് കണ്ടിട്ടും ഞാൻ സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്, സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും അതെ, ഈ ഷിജിത്ത് അതുപോലെ ജോഷൻ കൂടുതലും ടെക്നിക്കല് ട്രേഡറാണ്, പ്യൂർ ട്രേഡറാണ്. ഷിജിത്ത് ഇൻവെസ്റ്ററാണ്. പക്ഷെ എപ്പോഴും നമ്മളെ മൈൻഡ് സെറ്റ് വെൽത്ത് ക്രിയേറ്റ് ആയിരിക്കും വേണ്ടത്.
ലോങ് ടേം അത് നിങ്ങളിപ്പോൾ ട്രേഡർ ആണെങ്കിലും വെൽത്തിനെ പറ്റിയിട്ട് ലോങ് ടേമിനെ പറ്റിയിട്ട് എല്ലാവരും ചിന്തിക്കണം, ഇൻവെസ്റ്റഡ് ആവണം എന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ മുമ്പിൽ ആര് വന്നു കഴിഞ്ഞാലും അയാൾ ഏത് ഏജ് കാറ്റഗറി ചെയ്യണം എന്നേ പറയുള്ളൂ. ട്രേഡിങ് ഇപ്പോൾ നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാം, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ലെങ്കിലും ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയെ പറ്റിയിട്ടും ഒക്കെ നിങ്ങളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ ഈ ഒരു എക്കണോമിയിൽ ജീവിക്കുകയാണ്. നിങ്ങൾ പറയാണ് ഗവൺമെന്റ് ടാക്സ് കൂട്ടി, നമുക്ക് വരുമാനമില്ല, അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഗവൺമെന്റിന്റെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ടാക്സ് ആണ്. അപ്പോൾ ഗവൺമെന്റ് ചിലപ്പോൾ എവിടെയൊക്കെ പിട്ടാൻ പറ്റുമോ അവിടെയൊക്കെ പിടിക്കും. അപ്പോൾ നമ്മളിത് ബ്ലെയിം ചെയ്യല്ലാതെ എപ്പോഴെങ്കിലും അവനാൻ്റെ ഇൻകം കൂട്ടണം. ഈ കൂട്ടുന്ന ഇൻകം വെൽത്തായിട്ട് ജനറേറ്റ് ആവണം, അസറ്റ് ക്ലാസ്സിലേക്ക് മാറണം. അങ്ങനെ എന്താ ചിന്തിച്ചൂടെ? ഞാൻ ഗവൺമെന്റിന് ഒപ്പോസിറ്റ് ഫേവർ ചെയ്യാൻ പൊളിറ്റിക്സിലേക്ക് ഒന്നല്ല പോകുന്നത്, പക്ഷേ ബേസിക് കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചിന്തിക്കുക. ഇന്ത്യ പോലുള്ളൊരു ഡെവലപ്പിംഗ് കൺട്രിയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ടാക്സ് എന്നാണ്. അത് അവർ ഇനിയും ഗവൺമെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 10-18% GST 20 ആക്കുകയാണ്. കൊടുക്കേണ്ടി വരും, നിവൃത്തിയില്ല, കൊടുക്കേണ്ടി വരും. അത് നേരെ മറിച്ച് 1000 രൂപ വരുമാനമുള്ള നമ്മളിത് 1100 ആക്കണം. അല്ലെങ്കിൽ ഈ കിട്ടുന്ന ഇന്നത്തെ 1000 ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ കോമ്പൗണ്ടിങ് ആയിട്ടുള്ള ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഈ 1000 കിട്ടുന്നത് ഇന്നത്തെ 1000 നാളത്തെ 1000 വിലയല്ല, അതിന് 6% അടുത്ത് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ എത്ര രൂപ? അപ്പോൾ നമ്മളിത് 1700 ആക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ? ഇനി പോട്ടെ, കിട്ടുന്ന 1000 എവിടെയെങ്കിലും നല്ല രീതിയിൽ പാർക്ക് ചെയ്യണം എന്ന് ആലോചിക്കുന്നുണ്ടോ? ഇല്ല. അറ്റ്ലീസ്റ്റ് അതെങ്കിലും അത് ചെയ്യണം, അതെല്ലാവരും ചെയ്യണം. അതിപ്പോൾ ആരാണെങ്കിലും ചെയ്യണം. നമ്മൾ മിഡിൽ ക്ലാസ് ആണോ, അപ്പർ ക്ലാസ് ആണോ, ലോവർ ക്ലാസ് ആണോ, മെൻ ആണോ, വിമൺ ആണോ, അങ്ങനെ ജെൻഡർ കാറ്റഗറി കറക്റ്റായിട്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ അറിയണം. അതിന് ഇപ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈൽ അത്രയൊന്നും മോശമാവില്ല, അതൊക്കെ ഒരു തോന്നലല്ലേ. എന്തിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിലും നമ്മൾ നാളേക്ക് വേണ്ടിയിട്ട് ഒന്ന് കരുതി വെക്കാം. അത് കരുതിയിട്ട് ഇന്നത്തെ ഒന്നും കോംപ്രമൈസ് ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് ഇതിന് പെർസെൻറ്റേജ് വെച്ചിട്ട് തന്നെ പോയാൽ മതി. ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു 25-30% അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇൻഷുറൻസുമായിട്ട് പോകും. അതിപ്പോൾ മന്ത്ലി എനിക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറി ഇപ്പോൾ ഈ പറഞ്ഞ മെൻഷൻ ചെയ്ത പല സാധനത്തിലുണ്ട്. ഗോൾഡിലുണ്ട്, ഗോൾഡ് ETF-ലുണ്ട്, മ്യൂച്വൽ ഫണ്ട്സിലുണ്ട്, സ്റ്റോക്കിൽ ഡിവിഡൻഡ് സ്റ്റോക്കിലുണ്ട്. പിന്നെ IOC എന്നൊക്കെ പറയുമ്പോൾ മന്ത്ലി കൃത്യമായിട്ടൊരു 2,000 to 3,000 റുപ്പീസ് അതിൻ്റെ അകത്ത് പോകും. അതിന് എത്ര ക്വാണ്ടിറ്റി? 150 രൂപയാണെങ്കിൽ 150 രൂപയ്ക്ക് ഉള്ളത് വാങ്ങും. അതായത് 3000 രൂപ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി എല്ലാ മാസവും ചെയ്യും. മ്യൂച്വൽ ഫണ്ടിലേക്കും കൃത്യമായിട്ട് ഒരു എമൗണ്ട് പോകുന്നുണ്ട്. പിന്നെ ഈവൻ റെക്കറിങ് ഡെപ്പോസിറ്റ് RD ബാങ്ക് ഡെപ്പോസിറ്റ് ആവശ്യമില്ല, പക്ഷേ ഞാനൊരു സേവിങ്സ് ആയിട്ട്, അതായത് എപ്പോഴെങ്കിലും നമുക്ക് പൊട്ടിക്കുക, അടുത്ത മാർക്കറ്റിൽ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ പറഞ്ഞ ബാലൻസിങ് ആണ്. പക്ഷെ ഇതിന്റെ പെർസെൻറ്റേജ് കുറവാണ്. RD ഒക്കെ വളരെ ഏറ്റവും ലീസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് സേവിങ്സ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. 5%, 5.8 വരെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് അവിടെ നിന്നോട്ടെ. അതവിടെ നിന്നോട്ടെ. എങ്ങനെങ്കിലും വേറൊരു ആവശ്യത്തിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഇത് എടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മ്യൂച്വൽ ഫണ്ടിലുണ്ട്, അതിലേക്കും ഒരു 3,000 to 5,000 അടുത്ത് ഒരു 3 സ്കീമുണ്ട്. ഇപ്പോൾ പരാഗ് പരീഖിന്റെ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയും, മോത്തിലാൽ ഓസ്വാളിന്റെ മൈക്രോ ക്യാപ്പ് 250, പിന്നെ UTI Nifty 50, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇൻഡെക്സ് ഫണ്ട്, പിന്നെ നിഫ്റ്റി ബീസ്, ഗോൾഡ് ബീസ്, ഡിവിഡൻഡ് സ്റ്റോക്ക്, അങ്ങനെ ഫിക്സഡ് എമൗണ്ട് മന്ത്ലി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു 20 to 30% അടുത്ത് എങ്ങനെയും പോകും. അത് കരുതിയിട്ട് എനിക്ക് EMI ഇല്ലാന്നോ അല്ലെങ്കിൽ കിട്ടുന്നതിന് ചെലവില്ല, അതൊന്നുമല്ല. ഇതിന്റെ പുറത്തേക്ക് ഉള്ളതേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഒരു മാസം ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ട് പഞ്ച്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. ഇപ്പൊ എന്റെ പോർട്ട്ഫോളിയോയിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. പരാഗ് പരീഖ് ഉണ്ട്, IOC ഉണ്ട്, ഈ പറഞ്ഞ സാധനങ്ങൾ എല്ലാതും ഉണ്ട്. ഇത് മുടക്കില്ല. പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ ഒരു RD ഉണ്ട്. അപ്പോൾ എല്ലാ കാറ്റഗറി ഉണ്ട്. ബാലൻസ് ചെയ്തിട്ടാണ് മെജോറിറ്റി ഫോക്കസ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് സ്റ്റോക്കിലാണ്. അതിൽ തന്നെ ഈ പറഞ്ഞ ഡിവിഡൻഡ് സ്റ്റോക്കിലാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് പലർക്കും ദഹിക്കണം എന്നില്ല. അതൊരു വളരെ ലോങ് ടേം പ്രോസസ്സാണ്. ഞാൻ IOCയിൽ തന്നെ കൃത്യമായിട്ടൊരു എമൗണ്ട് ഒരു 7 to 10 ഇയറിനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. IOCയുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് FD, അതായത് ബാങ്ക് റേറ്റിനേക്കാൾ മുകളിലാണ്, കൂടുതലാണ്. 9% മുകളിൽ ഡിവിഡൻഡ് ഈൽഡ് വരുന്നുണ്ട് ഇയർലി. എല്ലാ ഇയറിലും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ്. അപ്പോൾ അതൊരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ശരിക്കും എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഞാനൊരു 30-32 മുകളിൽ എത്തുമ്പോൾ ഇതെവിടെ എത്തണം, ആ ഒരു പ്ലാൻ ഉണ്ട്. അതെല്ലാത്തിലും ഉണ്ട്, ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വെച്ചിട്ടാണ് ഈ എമൗണ്ടുകളിലൊക്കെ വരുന്നത്. ഇൻകം സീൽ ചെയ്യുന്നതിനനുസരിച്ച് അപ്പോഴും എന്ത് ചെയ്യും,
ഇത് സീൽ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നിലവിലൊരു 3,000-4,000 അടുത്ത് മാത്രമേ സ്റ്റോക്കിൽ പോകുന്നുള്ളൂ, IOCയിൽ മാത്രം പോകുന്നുള്ളൂ. അത് ചിലപ്പോൾ അടുത്ത വർഷത്തുമ്പോഴേക്കും ചിലപ്പോൾ ഒന്നുകൂടി സ്കെയിലപ്പ് ആവും. മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 1,000-1,500 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിപ്പോൾ 2,500-3,000 മിനിമം പോകും. പെർസെൻറ്റേജ് സ്കെയിലപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ ഇയറിലും സ്കെയിലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യുന്നതിന് പകരം നമ്മൾ തന്നെ ഒന്ന് ഇൻകം സോഴ്സ് കൂട്ടാനുള്ള ഏരിയകൾ നോക്കുക, അല്ലെങ്കിൽ ഈ കിട്ടുന്ന ഇൻകത്തിനെ വെൽ സ്പെൻഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതാണ് ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. ട്രേഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒന്ന് പ്രോഫിറ്റ് എടുക്കണം അതൊന്നുമല്ല, ഈ പറഞ്ഞ കാറ്റഗറി എല്ലാവർക്കും ചെയ്യാം. എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇതിലേക്ക് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുമ്പൊക്കെ ഞാൻ ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഇതൊക്കെ പോസിബിൾ ആണോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം നമുക്ക് അപ്ലിക്കബിൾ ആണോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ട്, ഏതൊരു 2-3 വർഷം മുമ്പ്. പക്ഷെ ലാസ്റ്റത്തെ ഒരു 1.5-2 വർഷമായിട്ട് ഈ പറഞ്ഞ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. എൻ്റെ ഇതിൽ കറക്റ്റായിട്ട് ഒരു മുടക്കമല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ മാസവും നമുക്ക് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലിയിലോ അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതുമാണ്. ഇത് മുടക്കിയിട്ട് അത് ഹാൻഡിൽ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മസ്റ്റായിട്ട് നടക്കും. അത് നമുക്കൊരു ഹാബിറ്റായി മാറി. ഈ ഹാബിറ്റ് ആക്കലാണ് ഒരു ബുദ്ധിമുട്ട്. ഹാബിറ്റ് ആക്കലുള്ള ഒരു ബുദ്ധിമുട്ട്. അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കെയിൽ ചെയ്യാനേ നോക്കുള്ളൂ. പിന്നെ നമ്മളത് ഡ്രോപ്പ് ചെയ്യില്ല. പിന്നെ എത്ര ബുദ്ധിമുട്ട് വന്നാലും നമ്മളത് ഡ്രോപ്പ് ചെയ്യില്ല. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ അഡ്വൈസൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ കീപ്പ് ചെയ്ത് പോകുന്ന അഡ്വൈസൊക്കെ എൻ്റെ മെൻറ്ററാണ്. ഞാൻ ഈ പറഞ്ഞ എന്നോട് ഞാൻ പറഞ്ഞു ഇത്രയാണ് എൻ്റെ ഫസ്റ്റ് സാലറി. ജോലി കിട്ടിയ സമയത്ത് പറഞ്ഞു ഇന്നൊരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട്, ഇന്ന റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് 6 മാസത്തെ ഒരു ട്രൈ, ജസ്റ്റ് പോയി വേറൊരു എക്സ്പീരിയൻസ് അല്ലേ, ജോലിക്ക് പോകാന്ന് പറയുന്ന എക്സ്പീരിയൻസാണ്, പിന്നെ എനിക്ക് താല്പര്യമുള്ള ഇൻഡസ്ട്രിയാണ്, ഒന്ന് പോയി കണ്ടുപോവാ അങ്ങനെ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു എനിക്ക് ബേസിക് ഇത്രയാണ് പറയുന്നത്, പ്രൊബേഷൻ ഉണ്ട്, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ഒന്നും വേണ്ട, ആദ്യം എന്ത് ചെയ്യുക, പരാഗ് പരീഖിൻ്റെ ഒരു ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നല്ലൊരു പ്ലാൻ നോക്കിയിട്ട് എടുക്കും. ബാക്കി നീ എന്ത് വേണേൽ ചെയ്തോ, അത് എൻ്റെ ഇഷ്ടം. സാലറി ഇത് രണ്ടുമാണ് എനിക്ക് തന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് രണ്ടുമാണ് ഒരു അഡ്വൈസ് തന്നത്. സാലറി ഇത്രയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. ഓക്കെ സാർ, അപ്പം നമ്മൾ എൻഡിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ സാർ ഓൾമോസ്റ്റ് 5 to 6 years ആയി ഈ ഒരു ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ സാറിൻ്റെ മുന്നിൽ ഈ ജേണി സാറ് തുടങ്ങാൻ പോകുന്ന സമയത്തുള്ള സാറിൻ്റെ ചെറുപ്പത്തിലുള്ള ആൾ മുന്നിൽ നിൽക്കുന്ന കുട്ടികളെ സാറിന് ആ ആൾക്ക് കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? അഡ്വൈസ് കൊടുക്കട്ടെ, അതിന് മുന്നായിട്ട് സാർ പ്രൗഡ്ലി പറയുന്ന കാര്യം എന്തായിരിക്കും? പ്രൗഡ്ലി പറയുന്നത് ഇത്രയും ടഫായിട്ടുള്ളൊരു ജേണി ഗിവ് അപ്പ് ചെയ്യാതെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്നില്ലതാണ്. അപ്പോൾ പല സ്റ്റേജിൽ നിന്ന് ഞാനത് ഡ്രോപ്പ് ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്, ഇവിടെ കയറിയിട്ട് വരെ ഡ്രോപ്പ് ചെയ്താലോ എന്നില്ല ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഫൈൻ, ഇത് നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇത് തന്നെയാണ് നമ്മളെ ഇൻഡസ്ട്രി, ഇത് തന്നെയാണ് നമ്മളെ ഫീൽഡ്, ഒരിക്കലും ഡ്രോപ്പ് ചെയ്യരുത്. എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇത് കണ്ടിട്ട് ഞാൻ MBA കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ജോലിക്ക് കയറുന്നത്. ആ സമയത്ത് വരെ എന്നെ MBAക്ക് പഠിപ്പിച്ചൊരു മിസ് ഉണ്ട്, ഞങ്ങളൊരു ക്ലാസ് ട്യൂട്ടറൊക്കെ ആയിരുന്നു, വിദ്യ എന്ന് പറയും, വിദ്യ മിസ് എന്ന് പറയുന്നത്. വിദ്യ മിസ് എന്നോട് ബാക്കിയുള്ളവരൊക്കെ ജോലി ചെയ്യുന്നു, പ്ലേസ്ഡ് ആവുന്നു, അങ്ങനെ ആവുന്നു ഇങ്ങനെ ആവുന്ന സമയത്തൊക്കെ നമ്മൾ കോൺവൊക്കേഷൻ അതും ഇതൊക്കെ ആയിട്ട് വെറുതെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിനെ സംഘടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന സമയത്തൊക്കെ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ആ ഫീൽഡിലുള്ള ജോലി കിട്ടുകയാണെങ്കിൽ അതിന് പോയാൽ മതി. ഞാൻ ആ കോളേജ് ഉള്ള സമയത്ത് ഇതിനെ പറ്റിയിട്ട് അവിടെ ക്ലാസ്സുകൾ എടുക്കുക, സെമിനാറുകൾ എടുക്കുക. പുറത്ത് അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു കോമ്പൗണ്ട് ഉണ്ട്, സെൻറ്റ് മേരീസ് എന്ന് പറയും. ഞാൻ പഠിച്ചത് മോണ്ടി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. അപ്പോൾ അതിന് തന്നെ അവരുടെ കോമ്പൗണ്ടിൽ MBA കോളേജും ഉണ്ട്, ഡിഗ്രി കോളേജുണ്ട്. അപ്പോൾ ഡിഗ്രി കോളേജിലൊക്കെയാണ് സെമിനാറൊക്കെ ഈ വിഷയത്തെ പറ്റിയിട്ട് അന്ന് പോയി എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പാഷനും ഇതും താല്പര്യവും അതൊക്കെ കണ്ടിട്ട് അവിടെ അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ മിസ് വിദ്യാ മിസ് തന്നെ എന്നോട് പറഞ്ഞു, ആരും അറിയണ്ട, അപ്പോൾ കാശിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഞാൻ തരാം, ഈ ജോലി കിട്ടുകയാണെങ്കിൽ പോയാൽ ഇത് ഡ്രോപ്പ് ചെയ്യരുത് എന്നോട് പറഞ്ഞു. അത്ര പാഷനേറ്റ് ആയിരുന്നു ഞാൻ. അതേപോലെ തന്നെ അവിടെ ഒരു ബിജിഷ്മ മിസ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരത്തി, നമ്മൾ പഠിപ്പിച്ച ആൾ തന്നെ. പുള്ളിക്കാരത്തി അവിടെ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഓരോരുത്തരെ കെയർ ഓഫിലൊക്കെ ഉണ്ട്. പുള്ളിക്കാരത്തി 1-2 ഒരു ഹോസ്പിറ്റൽ അതേപോലെ വേറൊരു ഫേമിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു MBA കോളേജ്, അവർക്ക് എന്തായാലും സ്റ്റുഡൻസിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഞാൻ മിസ്സിനോട് പറഞ്ഞു, ഞാൻ ഈ ഇൻ്റർവ്യൂവിന് എനിക്കിത് നടക്കില്ല, ഇത് കിട്ടിയാലും ഞാൻ പോകില്ല, അപ്പോൾ അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ നിലവിൽ അവിടെ പഠിച്ച സമയത്ത് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല വേറൊരു കമ്പനിയിൽ. ഞാൻ ഇങ്ങനത്തെ എൻ്റെ ഇൻഡസ്ട്രി ഇതാണ്, ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്നുള്ളത് അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മിസ്സിനോട് പറഞ്ഞപ്പോൾ മിസ് ഇങ്ങോട്ട് പറഞ്ഞു, ഒരിക്കലും വേറെ ഒന്നിനും പോകരുത്, ഇത് തന്നെ ചെയ്ത. വിജിഷ്മ മിസ് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാ മിസ് മോണിറ്ററി സപ്പോർട്ട് ചെയ്യാൻ ആരും അറിയണ്ട.
ഈവൻ എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ കാറ്റഗറിയിൽ ഒരാൾക്കും അറിയില്ല മിസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പോലും അറിയില്ല എന്ത് മോണിറ്ററി ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ തരാം, ബുദ്ധിമുട്ടാണ് ചോദിച്ചു, ഒരു മടിയും വേണ്ട. അപ്പോൾ അവർ അത്രയും ഞാൻ നന്നാവും അവിടെ ഈ ഇതിൽ ഷൈൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതാണ് ഇൻഡസ്ട്രിയിൽ നമ്മൾ സർവൈവ് ചെയ്യുന്ന എന്നെക്കാൾ അവർക്ക് കോൺഫിഡൻസാണ്. ഞാൻ അത്രയും ആൾക്കാരെ വേർഡിങ്സ് കീപ്പ് ചെയ്യേണ്ട ഒരു ബേർഡൻ എൻ്റെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഫാദർ അറിയാതെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല സ്റ്റേജിലും. ഈ പറഞ്ഞ മോണിറ്ററി ആയിട്ട് ഞാനിത് ഡ്രോപ്പ് ചെയ്യും എത്തുന്ന ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരത്തേക്ക് ഞാനിതിൽ ഇത്ര ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തുന്നു അതൊന്നും കരുതിയിട്ടല്ല, സ്വന്തം മോനെ എങ്ങനെയും രക്ഷപ്പെട്ടു ആ സ്നേഹം കൊണ്ടാണ്. പക്ഷെ എന്നാൽ പോലും ഇത്രയും ഈ ഒരു 3-4 പേരെ ഇപ്പോൾ പിന്നെ അതേപോലെ ഞാൻ അവിടെ പഠിച്ചിരുന്ന ഡിഗ്രി കോളേജിൽ പഠിച്ചിരുന്ന ഒരു സ്റ്റുഡൻറ്റ്, അപ്പോൾ ഒരു പെൺകുട്ടി. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത് വലിയൊരു എമൗണ്ട് എന്നെ തന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആരുമല്ല, എന്നെ അവിടുന്ന് പരിചയപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഞാനത് റീപേ ചെയ്തു, വലിയ രീതിയിൽ തിരിച്ചു കൊടുത്ത് ഇവിടെ എത്തിയതിന് ശേഷം. എനിക്കത് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ്, തിരിച്ചത് ഞാൻ കൊടുത്ത സമയത്തൊക്കെ. അപ്പോൾ എന്നെ അങ്ങനെ സഹായിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ എഫേർട്ട് വെറുതെ ആവാതെ ഇത്രയും കാലം ഗിവ് അപ്പ് ചെയ്യാതിരുന്നതിലാണ് എനിക്ക് പ്രൗഡ്. ഇപ്പോഴും ഞാൻ ഒന്നും ആയിട്ടില്ല, നത്തിങ്. ഈ ഇൻഡസ്ട്രീൻ്റെ 1% പോലും ഞാനായിട്ടില്ല. ഇപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഓരോരോ സ്റ്റേജിൽ നമ്മൾ പഠിച്ചുകൊണ്ട്, ഇപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഹെഡാണ്. നമുക്ക് മാർക്കറ്റിൽ വരുന്ന ഡൈനാമിക്സിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസിൽ മാറ്റം വരുത്തൽ ഇതൊക്കെ തന്നെ നമുക്ക് ഇപ്പോഴും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് എൻ്റെ 1% അല്ല. ഈ 1%-ൽ എങ്കിലും എത്താനുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചു തന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ വിശ്വാസം കീപ്പ് ചെയ്തതിനാണ് ഞാനിവിടെ എന്നെപ്പറ്റി പ്രൗഡാവുന്നത്. ഇത് ശരിക്കും കാണുന്ന എല്ലാ ആൾക്കാരും മനസ്സിൽ കൊടുക്കേണ്ട വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, വന്ന വഴി മറക്കാത്ത ഒരാളെന്നുള്ളത് ശരിക്കും എനിക്ക് ഇങ്ങനെ രോമാഞ്ചം എന്തൊക്കെ വരും. കാരണം സാർ ഇങ്ങനെ ഓരോ ആൾക്കാരെ പേരെടുത്ത് ഇല്ല, ഇതിൽ ഇനി കുറേ ആളുണ്ട് പക്ഷെ ഞാൻ പറയാത്ത. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജ് ഇപ്പം എൻ്റെ ഈ പറഞ്ഞ പോലെ ഈവൻ അന്നത്തെ സമയത്തൊക്കെ ഇപ്പോഴും റീസെൻ്റ്ലി ഒക്കെ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോയിൽ കൊടുത്താൽ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് വിഡ്രോയിലാണ്. മുമ്പൊക്കെ ഡിമാറ്റ് അക്കൗണ്ട് വിഡ്രോ എടുത്താൽ 2 ദിവസം 1 ദിവസം അങ്ങനത്തെ ഒക്കെ ടൈം വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇല്ല പേയ്മെൻറ്റ് ലാപ്ടോപ്പിനൊക്കെ EMI ഒക്കെ ഉണ്ടായിരുന്ന സമയമുണ്ട് വാങ്ങിയ സമയത്തൊക്കെ മുമ്പ്. ഇപ്പോഴൊന്നല്ല, ഇപ്പം അങ്ങനത്തെ ഒരു വിഷയമല്ല. എനിക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും, എല്ലാതും എൻ്റെ കൺട്രോളാണ്. പക്ഷെ അല്ലാത്തൊരു സമയത്തൊക്കെ ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ഒപ്പം, അതില്ല ഹാഫീസ് എന്ന് പറയും, അതേപോലെ ഫബിന എന്ന് പറയും. ഞാൻ പറയും ഒരു 2000 വേണം, ഇത്രാം തീയതി തരാം. അപ്പോൾ ഈ വിഡ്രോവൽ ഡേറ്റ് അവിടെയാണ്, അപ്പോൾ തരാം. അപ്പോൾ ഹാഫീസ് പോകും, അതിനെന്താ. അതേപോലെ ഫബിന ഇത്ര ഒരു 4000 രൂപ വേണം, ഇന്ന ഡേറ്റിൽ തരുള്ളൂ. അവരെന്തിനാന്ന് പോലും ചോദിക്കലില്ല. എൻ്റെ ഒരു ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ടാണ്. അത്ര എമൗണ്ടുകൾ അവരെന്നെ തന്ന്. ഇങ്ങനത്തെ കുറേ കണക്ഷൻസ് ഉണ്ട്. എനിക്ക് ഞാൻ എന്തെങ്കിലും ആവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ ബേസ്. അത്രയും ആൾക്കാരെ കളക്റ്റീവ് എഫേർട്ടാട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നത്. അപ്പോൾ അവരെ വേർഡിങ്സ് കീപ്പ് ചെയ്തു. അവർ ഇപ്പോഴും എന്നെ രണ്ടാമത് ഇപ്പോൾ മോണ്ടി കോളേജിലാണെങ്കിൽ തന്നെ ഞാനൊരു സെഷൻ എടുക്കാൻ പോയിരുന്നു. അപ്പോഴൊക്കെ അവർ ഭയങ്കര പ്രൗഡായിട്ടാണ് അവളെ കണ്ട്. അപ്പോൾ അവർ അന്നേ ഇങ്ങനെയായിരുന്നു ഞാൻ ബിഹേവ് ചെയ്തിരുന്നത്. എനിക്ക് ഈ ഇൻഡസ്ട്രി മതി, അല്ലെങ്കിൽ ഈ സെഷൻസൊക്കെ ഞാൻ എടുത്തോളാം എന്നുള്ള രീതിയിൽ അവിടുന്ന് കോളേജിൽ നിന്ന് അപ്പോൾ അവരത് കണ്ടിട്ടാണ് എന്നോട് വേറൊന്നിനും പോകണ്ട, അവരിങ്ങോട്ട് വരണോ, വേറൊന്നിനും പോകണ്ട. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MBA പഠിച്ചതുമായിട്ടുള്ള ഒരു സാധനം ഇപ്പോഴും എന്നോട് ഇവിടുന്ന് നാളെ പോയി ഇനി ട്രേഡിങ് എനിക്ക് ചെയ്യാൻ പറ്റൂല, വേറൊരു പണി എനിക്കറിയില്ല. MBA പഠിച്ചതിൻ്റെ വേറൊരു പണി എനിക്കറിയില്ല. നമ്മൾ പറഞ്ഞ പോലെ മറ്റേ എക്സലിൽ അത് ചെയ്യണം ഇത് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം, എക്സാമിന് പഠിച്ച സാധനമേ ഉള്ളൂ. അതൊന്നും എന്നെ കൊണ്ട് ഇനി നടന്നൊന്നും വരില്ല. ഇപ്പോൾ സാറിന് യങ് ഏജിനോട് കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? സ്റ്റാർട്ട് ചെയ്ത ഞാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5 വർഷം, ഇപ്പോൾ 2019 ലാസ്റ്റ് അല്ലെങ്കിൽ 2020 സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന ഞാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഏറ്റവും ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും ആദ്യം പറയുന്നത്, ഒരൊറ്റ ആളെ ഫോളോ ചെയ്ത് ഒരൊറ്റ സ്ട്രാറ്റജി പഠിച്ച് ഒരൊറ്റ തിയറിയിൽ മാത്രം വർക്കൗട്ട് ചെയ്യാം, ഗിവ് അപ്പ് ചെയ്യാണ്ട് പോവാം. ഞാൻ മുമ്പ് ചെയ്തിരുന്ന വെച്ചാൽ ആദ്യത്തെ ഒരു 2 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരുപാട് സ്വിച്ച് ചെയ്തു. ഞാൻ പറഞ്ഞ ഈ മെൻറ്റേഴ്സ് തന്നെ കുറേ സ്വിച്ച് ചെയ്ത് അവസാനത്താണ് ഈ യൂട്യൂബ് ഗുരുകളും അതേപോലെ തന്നെ അതെന്താ വെച്ചാൽ അവർ പറയുന്നത് തെറ്റാണെന്നോ അവരത് വർക്കാവില്ല എന്നുള്ളതോ അല്ല. അതായത് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് കൃത്യധാരണ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇയാളെ ഫോളോ ചെയ്യുമ്പോൾ നാളെ അയാളില്ലെങ്കിൽ അത് പറ്റില്ല. ഓക്കെ, അപ്പോൾ വേറൊരാളെ നമ്മൾ ഫോളോ ചെയ്യും. ഇന്ന് ഈ സ്ട്രാറ്റജി ആണെങ്കിൽ നാളെ അങ്ങനെ കുറേ സ്വിച്ച് ചെയ്ത് പോയി. അതിന് പകരം ഒരൊറ്റ ആളെ അന്നേ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2-3 വർഷത്തിന് ശേഷം ഒന്ന് സ്റ്റേബിളായി എന്ന് പറഞ്ഞല്ലോ, അത് ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ടൊക്കെ ആവുമായിരുന്നു. പക്ഷേ അങ്ങനെ ആവാത്തതിൽ ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടുക. കാരണം അത്രയും സിറ്റുവേഷൻസ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. മറ്റേതെന്താ വെച്ചാൽ ഒരാളെ ഫോളോ ചെയ്യുമ്പോൾ അയാളൊരു തെറ്റും ചെയ്യണ്ടെന്ന് പറയുമ്പോൾ അത് മാത്രം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ
ഈ മിസ്റ്റേക്ക് എക്സ്പീരിയൻസ് ചെയ്യാനോ അതിൽ നിന്ന് ലേൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. സത്യം. അഡ്വൈസ് കൊടുക്കുക ഇത്രേ ഉള്ളൂ. ഈ 3 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം സ്റ്റേബിൾ ആയത് 6 മാസം കൊണ്ട് ആക്കായിരുന്നു. ഒരാളെ ഫോളോ ചെയ്യാണ്, ഒരാളുടെ നിന്ന് മാത്രം ഇത് പഠിച്ച് ഒരാളെ മാത്രം ഫോളോ ചെയ്യാനോ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. മുമ്പ് സ്വിച്ച് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത്. പക്ഷെ അങ്ങനെ സ്വിച്ച് ചെയ്ത് മിസ്റ്റേക്കുകൾ നമ്മളായിട്ട് കമ്മിറ്റ് ചെയ്ത് നമ്മളായിട്ട് തിരുത്തുമ്പോഴാണ് ഗ്രോ ചെയ്യുന്നത്. വേറൊരാൾ പറഞ്ഞു തരുമ്പോഴേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്, അതായത് വേർഡ്സിനേക്കാൾ കൂടുതൽ പവർഫുൾ ആക്ഷനാണ്, എക്സ്പീരിയൻസിലൂടെ ആക്ഷൻ. ആ എക്സ്പീരിയൻസ് ചെയ്തതാണ് കുറച്ചും കൂടി എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പം ഈവൻ ഞാൻ എൻ്റെ അക്കൗണ്ട് വരെ ഹാൻഡിൽ ചെയ്യാൻ നോർത്തിലൊരു ടീമിനെ ഏൽപ്പിച്ചിരുന്നു. അതിൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല ക്യാപിറ്റലും ഉണ്ടായിരുന്നു, വലിയ രീതിയിലുള്ളൊരു ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. അത് ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിച്ചു. അത് എനിക്കന്ന് നന്നായിട്ട് ചെയ്യാനറിയാം, ഇക്വിറ്റിയിൽ നന്നായിട്ട് ചെയ്യാനറിയാം, ഓപ്ഷൻസ് അറിയില്ലായിരുന്നു. 2022 ആ സമയം. അതിൻ്റെ ഈ പറഞ്ഞ എല്ലാ മെൻറ്റേഴ്സിനെയും കലങ്ങുന്നതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഞാനൊരു എമൗണ്ട് ക്യാപിറ്റൽ അവർ ഏൽപ്പിച്ചു. അവർ പറഞ്ഞത് 5% വീക്ക്ലി ഡ്രോ ഡൗൺ, 10% റിട്ടേൺസ്. അതായത് മാക്സിമം പോയാൽ നമുക്ക് 5% ക്യാപിറ്റൽ നഷ്ടം വരുള്ളൂ, 10% വീക്കിലി എടുത്തു തരാം. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല പ്രോഫിറ്റ് ഒക്കെ. അവർ വീക്കിലി ടാർഗറ്റ് ഒക്കെ 2 ദിവസം കൊണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും അല്ലേ, അപ്പോൾ ഇത് മതിയല്ലോ, പിന്നെ എന്തിനാ ഞാൻ മെനക്കെടുന്നത് എന്നുള്ളൊരു തോന്നൽ വരെ വന്നിരുന്നു. 1.5 ആഴ്ച എൻ്റെ ക്യാപിറ്റലിൻ്റെ 80% പോയി. അവർ പറഞ്ഞത് രണ്ടാമത് ക്യാപിറ്റൽ റീഫിൽ ചെയ്താൽ എന്ത് ചെയ്യാം, കേസ് കൊടുക്കാനും പറ്റില്ല. ഞാൻ എൻ്റെ യൂസർ ID പാസ്വേഡ് അവന് കൊടുക്കുന്നു, അവൻ ലോഗിൻ ചെയ്ത് ട്രേഡ് ചെയ്യുന്നു. നത്തിങ്, ഒന്നുമില്ല, ലീഗൽ അഗ്രിമെന്റ് ഒന്നും പറയുന്നില്ല, വേറെ ഒന്നുമില്ല, ജസ്റ്റ് അങ്ങനെ കൊടുക്കുന്ന 80%. വലിയൊരു ക്യാപിറ്റൽ പോയി. 80%. ഈവൻ ആ ഫിഗർ പറയുന്നില്ല, എന്നാൽ പോലും ലക്ഷത്തിൻ്റെ ഒക്കെ മുകളിൽ വരുന്നൊരു ഫിഗർ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ തീരുമാനിച്ചു, ഓക്കെ, അവർ ഓപ്ഷൻ സെഗ്മെൻറ്റിൽ നിന്നാണ് എനിക്ക് നഷ്ടമാണ്, ഓപ്ഷൻസ് പഠിക്കണം, അതിൽ നിന്ന് റീഗെയിൻ ചെയ്യണം. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ കുറേ തിരഞ്ഞു തുടങ്ങി, പഠിച്ചു, ഓപ്ഷൻസിൽ പഠിച്ചെടുത്തു. ഞാൻ ഈ പറഞ്ഞ പോലെ ഡെമോ പോലെ ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് ഒരു 3 to 4 months ഞാൻ എന്ത് ചെയ്തു, ഞാൻ മാത്രം ഓപ്ഷൻ. അതിന് മുമ്പ് വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇക്വിറ്റിയിൽ മാത്രമായിരുന്നു ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഓപ്ഷൻസിൽ വലിയ റിട്ടേൺസ് കണ്ടിട്ട് ഗ്രീഡാണ്, അതെൻ്റെ മിസ്റ്റേക്കാണ്, ആർത്തി തന്നെയാണ്, അങ്ങനെ തന്നെ പറയണം. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അതിന് എനിക്ക് സ്പോട്ടിൽ വിത്തിൻ 2 weeks അതിന് റിസൾട്ടും കിട്ടി. അതൊരു ഐ ഓപ്പണർ ആയിരുന്നു. അപ്പോൾ ഇനി ആരെയും കൺസൾട്ട് ചെയ്യണ്ട, നമ്മളെ കൺസൾട്ട് ചെയ്യാൻ ആളുകൾ ഇങ്ങോട്ട് വരട്ടെ, ആ രീതിയിലേക്ക് വേണം. അത് തുടങ്ങി ചെറിയ ക്യാപിറ്റൽ, വളരെ ചെറിയ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 4 months 5 months കംപ്ലീറ്റ് അന്ന് ഒരൊറ്റ സ്ട്രാറ്റജി ഉള്ളൂ. ഓപ്ഷൻസിന് ഒരൊറ്റ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നു, ട്രേഡ് ചെയ്യുന്നു, എടുക്കുന്നു. ഏകദേശം 43 ട്രേഡിങ് ഡേയ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിൽ 38 വിന്നിങ് ഉണ്ട്. 38 വിന്നിങ്. ഞാനത് കാണിച്ചു തരാം, ആ പി ആൻഡിൽ കാണിച്ചു തരാം. 38 വിന്നിങ് ഡേയ്സിൻ്റെ പി ആൻഡിലും കാണിച്ചു തരാം. ഞാൻ ഇതാ ഓപ്ഷൻസ് അന്ന് എനിക്ക് ലോസ് ആക്കി തന്ന നോർത്തിലെ ആളുണ്ടല്ലോ, ഹർദിക് എന്ന് പറയും, അവൻ്റെ നമ്പർ ഇപ്പോഴും സേവ്ഡാ. അവൻ അയച്ചു കൊടുത്തു. അവൻ തന്നെ ഈ അക്യുറസി കണ്ടിട്ട് നെറ്റി. അതായത് 5 ട്രേഡിങ് ഡേയ്സ് മാത്രമേ ലോസിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. 38 വിന്നിങ് ട്രേഡ് അതിൻ്റെ ഇടയിൽ വന്നു. അന്ന് ഞാൻ പൈസ ഉണ്ടാക്കാനല്ല നോക്കിയത്, ബെറ്റർ ട്രേഡ് അവിടെ കിട്ടും. ഒരു ദിവസം ചിലപ്പോൾ ഒരു ട്രേഡൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ട്രേഡ് എടുത്തത് ക്ലോസ്, ഓക്കെ, സേഫ്. നമുക്ക് ആ ബാക്ക് ടു ബാക്ക് വിന്നിങ് ഡേയ്സ് കിട്ടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരാണ്ട്, ട്രേഡർ ആസ് എ ട്രേഡർ. അതൊക്കെ ഇമോഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ എഫക്ട് ചെയ്യും. അപ്പോൾ ഞാൻ ആ കോൺഫിഡൻസ് എനിക്ക് വലിയ രീതിയിൽ നഷ്ടം വന്നിരുന്നു. 80% ക്യാപിറ്റൽ പോയി. അപ്പോൾ എനിക്കത് എങ്ങനെയും റീഗെയിൻ ചെയ്താൽ മതി. ഫുൾ റീഗെയിൻ ചെയ്തു. അവിടുന്ന് അത്ര ലോസ് വന്നാൽ പിന്നെയാണ് നമ്മൾ മനസ്സിലായത്, ഈ ഇൻഡസ്ട്രീൻ്റെ ഏറ്റവും വേസ്റ്റ് സെനാരിയോയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റും. റിയലൈസേഷൻ ആയിരുന്നു. അത് അവൻ ആ അക്കൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ സമയത്തൊന്നും കിട്ടില്ല. പിന്നെയും ചിലപ്പോൾ 1-2 കൊല്ലം ചിലപ്പോൾ പിന്നെയും ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ഒരു റിയലൈസേഷൻ കിട്ടി. ഞാൻ അത് അവനെ അയച്ചു കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 months ഇടയിൽ ഇവന് നമ്പർ സേവ്ഡ് ആണ്. ഈ പുള്ളിക്കാരെ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന വീഡിയോസ്, നമ്മൾ ഈ പ്രോഫിറ്റിൻ്റെ വീഡിയോസ്, ഈ യൂട്യൂബ് വീഡിയോസ്, ടെലഗ്രാം, മറ്റേ ഇൻസ്റ്റഗ്രാം റീലുകളൊക്കെ സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഇടുന്ന കണ്ടിട്ട് അവന് കോഴ്സിൻ്റെ മൊഡ്യൂൾസ് ചോദിച്ചു എന്നോട്. ഇവൻ്റെ അടുത്താണല്ലോ ഞാൻ 3 വർഷം മുന്നേ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തത്. ശരിക്കും അതൊരു റിയലൈസേഷൻ ആയിരുന്നു. എനിക്കൊരു ഞാൻ തന്നെ അന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിരുന്നില്ല ഞാൻ ട്രേഡ് ചെയ്തിരുന്നത്. അന്ന് എൻ്റെ കോൺഫിഡൻസ് റീബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ പ്രോസസ്സ് കറക്റ്റ് ചെയ്താൽ മതി. ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യണം, ആ പ്രോസസ്സ് കറക്റ്റ് ചെയ്താൽ, ആ പ്രോസസ്സ് കറക്റ്റ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഞാൻ പിന്നെ എന്ത് ചെയ്തു, റിവെഞ്ച് ട്രേഡ്. നമുക്കന്ന് റൂൾ ബുക്ക് ആയിരുന്നു, ചെക്ക് ലിസ്റ്റൊക്കെ ഉള്ള റൂൾ ബുക്ക് ആയിരുന്നു എൻ്റെ അടുത്ത്. ഇപ്പോഴും
2020 ഞാൻ യൂസ് ചെയ്ത ഡയറി ഉണ്ട്. ഒരു 5-6 ഡയറി എങ്കിലും ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റിട്ടേൺ ജേണൽ പോലെ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇപ്പൊ ഇവിടെ നോക്കുകയാണ്, ഇപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ 1-2 ഡയറി ചിലപ്പോൾ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഫോട്ടോസ് ഒക്കെ കൊടുത്തൂടെ? കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ 38 വിന്നിങ് ട്രേഡിന്റെ എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ ഡയറീസ് ഉണ്ട്, എഴുതി പഠിച്ചിരുന്ന ഡയറീസ്. സ്റ്റീവിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം ഞാൻ ഫണ്ടമെന്റൽസ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഡയറി. അന്ന് അതിൻ്റെ ഇടയിൽ ഞാനൊരു മെത്തേഡ് പഠിച്ചിട്ട് KTK ബാങ്ക്, കർണാടക ബാങ്ക് എന്ന് പറയും. അപ്പോൾ അതിന് 55 രൂപ 58 രൂപയുള്ളൂ. കരൂർ വൈശ്യ ബാങ്ക് അതിന് അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര വരെ നമ്മളെ പറഞ്ഞ മെട്രിക്സും വാല്യൂഷൻ വെച്ച് ഇത്ര വരെ പോവാം. ആ ബാങ്ക് ഏകദേശം ഒരു 90 വരെ, അതായത് 90% അടുത്തൊക്കെ മൂവ്മെന്റ് നടത്തി. അപ്പോഴൊക്കെയാണ് ഞാൻ ആ പറഞ്ഞ ബുക്കിലെ സാധനങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടൽ തുടങ്ങി. അങ്ങനെ റിയലൈസേഷന്റെ കുറെ മൊമെന്റുകളുണ്ട്. പക്ഷെ അതൊന്നും വേറെ ഒരാൾക്ക്, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിലും റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ ഈ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാനോ ഒക്കെ അവൾക്ക് കുറച്ച് കുറവായിരിക്കും, റിലേറ്റബിൾ അല്ല. അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന കോൺഫിഡൻസും മൈൻഡ് സെറ്റും വേറെയാണ്. നമ്മൾ പറഞ്ഞ ഇപ്പൊ ഈ മൈൻഡിന് തന്നെ പല ലെയറുകളും ഉണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ ഓൾറെഡി പല ആളുകളുടെ കളക്റ്റീവ് എഫേർട്ട് കൊണ്ട് അന്നേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ ഇൻഡസ്ട്രി ഇതാണ്. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ എന്നെ സഹായിച്ച അപ്പുറത്ത് കോളേജിലെ സ്റ്റുഡൻ്റ് ആണ് ആ കുട്ടിയാണെന്നുണ്ടെങ്കിലും, പിന്നെ ഫബിനി ആഫീസൊക്കെയാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ്, അവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓൾറെഡി അവരുറപ്പിച്ചു ഞാൻ ഇതാണ്. അപ്പോൾ ഞാനിത് ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ഫിക്സഡ് ആണ്. ഇതിൽ കുറഞ്ഞൊന്നും നമ്മൾ ഡിസർവ് ചെയ്യുന്നില്ല എന്നുള്ള രീതി. പക്ഷേ എല്ലാവരും ഈ രീതി കാണുന്നത്, ഇപ്പോൾ ഞാൻ MBA കഴിഞ്ഞു ഡയറക്റ്റ്ലി ഇവിടെ വരുന്നു, പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ചെയ്യുന്നു, അതിന് റീച്ച് വരുന്നു, അത് പ്രസൻറ്റബിൾ ആവുന്നു. അപ്പോൾ ആൾക്കാർ വിചാരം ഇതൊരു ഓവർനൈറ്റ് ഗെയിമാണ്. പിന്നെ ഞാൻ ചിലർ രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ണിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 25 വയസ്സാവുന്ന ഒരാൾ ഇങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കും, പ്രത്യേകിച്ച് രജിസ്ട്രേഷനൊന്നുമില്ല, ഇവനൊക്കെ എന്ത് മാർക്കറ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇവൻ പറയുന്നതാണോ എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ അത് അവരുടെ തെറ്റോ മിസ്റ്റേക്കോ അല്ല, ആ മൈൻഡ് സെറ്റിൻ്റെ കുഴപ്പമാണ്. അത് കോമൺലി നാട്ടിൽ ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡാണ് നോക്കല്. അപ്പം അങ്ങനെ ഒരാൾ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളപ്പോൾ പ്രോസസ്സിൽ ഓക്കെയാണ്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഒരാഴ്ച മുന്നേ ചെയ്ത യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തത് നിഫ്റ്റി പോസിറ്റീവ്ലി ഇത്ര പെർഫോം ചെയ്യാം. അപ്പോൾ അത് അനാലിസിസ് ആണ്, അതിന് ബാക്ക് ചെയ്ത കുറേ ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും അവർക്കറിയില്ല. ഞാൻ വന്നിട്ട് നിഫ്റ്റി ഇനി പറക്കും, തമ്മിൽ അതാട്ടോ നിഫ്റ്റി ഇനി പറക്കും. ആ മാർക്കറ്റ് അവിടുന്ന് 1.5 ആഴ്ച 2000 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ നടക്കുന്നത്. പക്ഷെ അത് ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്യല്ല, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് ക്ലെയിം ചെയ്യുന്നതല്ല. ബാക്ക് ചെയ്തിട്ട് ഇവിടെ മോസ്റ്റ് പ്രോബബിളി നടക്കാനുള്ള ഒരു സെനാരിയോ നമ്മൾ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവരെ വിചാരം ഇത് പ്രഡിക്ഷൻ ആണ് അല്ലെങ്കിൽ നമ്മൾ വല്ല ജോത്സ്യനാണ് ഇതിങ്ങനെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അല്ല, നമുക്കറിയാം RBI ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്തിട്ട് ബാങ്കുകൾക്ക് ഫണ്ട് എത്തിച്ചു കൊടുത്തു. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, 50,000 കോടി, അതായത് ബാങ്കിന്റെ കയ്യിലുള്ള ബോണ്ടുകൾ RBI വാങ്ങിയിട്ട് 50,000 കോടി കൊടുത്തു. അതേപോലെ ബാങ്കിന്റെ കയ്യിൽ ഫോറക്സ് റിസർവ്, നമ്മളെ ഫോറക്സ് റിസർവ് ഡോളർ എന്ത് ചെയ്തു, RBIക്ക് കൊടുത്തിട്ട് 1 ലക്ഷം കോടി ഇന്ത്യൻ ബാങ്കുകളുടെ കയ്യിൽ കഴിഞ്ഞ 3-4 മാസത്തിന്റെ ഇടയിൽ വന്നു. ഈ ബാങ്കുകൾക്ക് ഈ പൈസ വന്നു കഴിഞ്ഞാൽ ബാങ്കുകൾ ഇത് ആർക്ക് കൊടുക്കും, ജനങ്ങളിലേക്ക് എത്തിക്കും. ബിസിനസ് ലോൺ ആയിട്ടും അതേപോലെ തന്നെ കൺസംഷന് വേണ്ടിയിട്ടും. അപ്പോൾ ഡിസ്പോസിബിൾ ഇൻകം ആരത് കൂടും, ജനങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് എത്തും. RBIയുടെ ലക്ഷ്യം അതാണ്, ജനങ്ങൾക്ക് പൈസ എത്തിക്കണം. പിന്നെ RBI ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നു. 6.5 ഉള്ളത് 6.25 ആയിട്ട് കട്ട് ചെയ്തു, 2.5 ഉള്ളത് 6 ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു 1000 രൂപയുടെ EMI അടക്കേണ്ട ആൾക്ക് ഇപ്പൊ ലോൺ എടുക്കുകയാണെങ്കിൽ 850 രൂപ അടച്ചാൽ മതി. എക്സ്ട്രാ 150 രൂപ എന്ത് ചെയ്തു, അത് എവിടെ സ്പെൻഡ് ആവും, ഡയറക്റ്റ് കൺസ്യൂം ചെയ്യുന്നത്. അതായത് ഫാസ്റ്റ് മൂവ്, ഇപ്പോൾ അരി പഞ്ചസാര പോലുള്ള സാധനം നമ്മൾ എവിടെയാണോ പർച്ചേസ് ചെയ്യുന്നത് അവിടെ സ്പെൻഡ് ആവും. ഇപ്പോൾ കോമൺ മാൻ എന്ത് ചെയ്യും, അവർ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ നമ്മളൊരു SIP തുടങ്ങുന്നൊക്കെ പറയാം. പക്ഷെ കോമൺ മാന് 150 രൂപ അധികം കിട്ടി എന്ത് ചെയ്യും, സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ബാങ്കിനും FMCGക്കും ബെനിഫിറ്റ് ആവും. നമ്മൾ ഈ ഡാറ്റാസ് ഇങ്ങനെ കണക്ട് ചെയ്ത് കോറിലേറ്റ് ചെയ്തിട്ട് എക്കണോമി നോക്കി, പിന്നെ മുമ്പൊക്കെ നിഫ്റ്റിയിൽ എന്താണോ നടന്നിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും മോസ്റ്റ് പ്രോബബിലിറ്റി ഉള്ള ഒരു മോസ്റ്റ് പ്രോബബിൾ സെനാരിയോ എന്താണോ അത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതിന് 2 കേസും ഉണ്ട്. ഇപ്പം ഞാൻ പറയും, ഇന്ന കേസാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ നടക്കാം, ഇനി അതല്ലെങ്കിൽ പെർഫോം ചെയ്യാം, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അവരിത് പറയും ഇപ്പം അപ്പോൾ നമുക്ക് അങ്ങനെ പ്രവചിച്ചിട്ട് കാര്യമില്ല, അത് ബ്ലണ്ടറാണ്. ഞാൻ പറയാണ് ഇത് ഇങ്ങനെ നടക്കൂ, ഇത് എന്തായാലും ഇതുപോലെ നടക്കണം. പക്ഷെ അത് പറയാൻ പറ്റും, പക്ഷെ ചെയ്യുന്നത് ബ്ലണ്ടറാണ്, അട്ടർ ഫൂളിഷ്നെസ് ആണ്. പക്ഷെ നമ്മൾ അനാലിസിസ് ആണ്. അനാലിസിസിന് ഇതിന്റെ ബെസ്റ്റ് കേസ് ഉണ്ട്, പോസ്റ്റ് കേസ് ഉണ്ട്, ന്യൂട്രൽ കേസ് ഉണ്ട്. നമ്മൾ ഇതിന്റെ പ്രോബബിലിറ്റി കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഓരോന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ മൺസൂണിന്റെ കേസ്, മൺസൂൺ സീസൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്
ഇത് കോമൺ കഴിഞ്ഞ കുറച്ചേ കാലങ്ങളായി. എനിക്ക് 25 വയസ്സായിട്ടുള്ളൂ, പക്ഷേ എനിക്ക് 25 വയസ്സായിട്ടുള്ളൂ. ഞാനത് അനലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3-4 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ മുമ്പൊക്കെ നടന്ന ഡാറ്റാസ് നമുക്ക് അനലൈസ് ചെയ്യാൻ കിട്ടും. എന്നിട്ട് നോക്കിയിട്ട് അത് പറഞ്ഞാൽ മതി. അതിന് റോക്കറ്റ് സയൻസിന് ഒന്നും ആവശ്യമില്ല. നമുക്ക് കുറച്ച് ടൈമും എഫേർട്ട് വേണം, കുറച്ച് താല്പര്യവും വേണം. അത്രേ വേണ്ടു. അത് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കുറേയൊക്കെ കറക്റ്റ് ആവും. അപ്പോൾ കറക്റ്റ് ആകുമ്പോൾ മാത്രം ആൾക്കാർ ഇവൻ്റെ അടുത്ത് വേറെ എന്തുകൊണ്ട്, നമ്മൾ വേറെ ഒന്നുമില്ല, ഓൾറെഡി എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനം ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം പോയി തിരയുന്നു, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ സാധനം ഡാറ്റ ഒക്കെ എല്ലാവർക്കും കിട്ടും. ഇപ്പൊ ഫിംഗർ ടിപ്പിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ മൺസൂൺ എത്രയായിരുന്നു, ആ സമയത്ത് എന്നെ റിലേറ്റ് ചെയ്ത് സ്റ്റോക്കിന്റെ പ്രൈസ് എന്ത് ചേഞ്ച് വന്നു, അത് ആർക്കും അടിച്ചു കൊടുത്തു. ഇവൻ ഇപ്പൊ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും കിട്ടും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അനാലിസിസിന്റെ ടിപ്പാണ്, ടൂളാണ്. അത് യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നോ എൻ്റെത് വർക്ക് ചെയ്യില്ല എന്നൊന്നുമില്ല. അത് അവർക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇതാണ് നമ്മളെ ജോലി. അത് വെച്ചാൽ ഞാൻ ജോലിയായിട്ടല്ല. ഇപ്പൊ എനിക്ക് ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തേത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഷെഡ്യൂളുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ മൺസൂണിനെ പറ്റിയിട്ട് ഞാനൊരു സ്റ്റഡി നടത്തും. അപ്പൊ സെൻട്രലിന്റെ ഡാറ്റ വരും, ഫോർകാസ്റ്റിന്റെ ഡാറ്റ വരും. ബെറ്റർ മൺസൂൺ ആണോ, വീക്ക് മൺസൂൺ ആണോ, അതല്ലെങ്കിൽ ആ സെൻട്രലിന്റെ ഡാറ്റ വരുമ്പോൾ അത് പോസിറ്റീവാണ്. ഓക്കെ, ന്യൂട്രലിന് പുറത്തുള്ള സാധനം ഉണ്ട്, ഡാറ്റ ഉണ്ട്, അല്ലെങ്കിൽ മൺസൂൺ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്യും ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ സ്റ്റോക്സ്, അല്ലെങ്കിൽ ഈ ഏരിയയിലുള്ള സാധനങ്ങൾ. എന്നിട്ട് ഇതിൽ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്, അപ്പൊ വാല്യുവേഷനും കൂടി അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസും കൂടി ഒന്ന് മാച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് ഇവിടുന്ന് എന്താവും, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ഒരു 1-2 മാസത്തിന്റെ ഇടയിൽ ഇതങ്ങ് പറയും. എന്നിട്ട് ആ സീസൺ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റോക്ക് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ പറയും ഇന്നത്. അപ്പൊ അവര് ഇതെങ്ങനെ സംഭവിച്ചു, നിങ്ങൾ എന്താണ് നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾക്ക് അങ്ങനെ ചെയ്യാനും കഴിയില്ല. നമുക്ക് അങ്ങനെ ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഒരാൾ വിചാരിച്ച സ്റ്റോക്ക് മാർക്കറ്റോ സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസോ മൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലവും അല്ല. പിന്നെ ഒരാളുടെ വേർഡിങ്സിന്റെ പുറത്ത് പോകുന്നതല്ല മാർക്കറ്റ്. പക്ഷെ നമുക്ക് ഈ ഡാറ്റാസ് വെച്ചിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അത് മുമ്പ് ആൾക്കാർ എന്താണ് ചെയ്തത് നമ്മളത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ സാർ, അപ്പം ഒരുപാട് കാര്യം എനിക്ക് തോന്നുന്നു ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എനിക്കൊരു ബേസിക് നോളജ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി എത്രയോ കാര്യങ്ങൾ കിട്ടി. എനിക്ക് തോന്നുന്നു A to Z എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ലെവലിൽ കുറേ കാര്യങ്ങൾ സാർ അഡ്വാൻസ്ഡ് ആയിട്ടും ബേസിക് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വ്യൂവേഴ്സിന് എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. ഞാൻ അതിന് മുമ്പ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ A to Z അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പം ഇത് കാണുന്ന ആരാണെന്നുണ്ടെങ്കിലും ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അതിൻ്റെ ഒരു സ്റ്റേജ് എന്ത് ചെയ്തു, ബേസിക് ലെവലിൽ നിന്ന് ഒരു സ്റ്റേജ് ചിലപ്പോൾ കവർ ചെയ്തിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അത് കരുതിയിട്ട് എൻ്റെ അനാലിസിസിൻ്റെ പുറത്തേക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ പുറത്തേക്ക് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഡെയിലി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയിൽ മാക്സിമം എഫേർട്ട് ഇടുന്ന ഒരാളാണ്. ഹൈലി സക്സസ് ആയിട്ടുള്ള ഒരാളും അല്ല, എന്നാൽ ബിഗിനറും അല്ല. അതിൻ്റെ പുറത്തുള്ള ഒരാൾ മാത്രമാണ്. നമുക്ക് ഇനിയും ചിലപ്പോൾ ഇതേപോലെ തന്നെ കാണാൻ പറ്റട്ടെ. അപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് ചിലപ്പോൾ വേറെ ആയിരിക്കാം. ഞാൻ പ്ലാൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ 30-32 വരെയുള്ള ഏജ് കാറ്റഗറിയിൽ ഞാൻ എവിടെ നിൽക്കണം എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ 1-2 വർഷത്തിൻ്റെ ഇടയിൽ ഇനിയും കാണാം. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരൻ നമ്മളോട് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾക്കും വളരാൻ പറ്റും. നിങ്ങളോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് മാർക്കറ്റ് കേരളയിലേക്കും പേഴ്സണലി അർജുനും ഒരുപാട് സന്തോഷം. താങ്ക് യു.